ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ചൂണ്ടയിടലിന് ഇറങ്ങിയപ്പം എന്തായാലും രാവിലെ മഴയൊന്നും ഇല്ലായിരുന്നു. വെയിൽ കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്. എപ്പം മഴ പെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ചൂണ്ടയിടാൻ വരുമ്പോൾ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ ചൂണ്ടയെടുത്തൊക്കെ ഓടുമായിരുന്നു. മഴ നനഞ്ഞ് വെറുതെ പനി പിടിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചൂണ്ടയെടുത്ത് ഓടുന്നത്. ഇപ്പോൾ എന്തായാലും മീനൊന്നും ഇല്ല. മീനൊക്കെ കുറവുള്ള സമയമാണ്. മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പം. കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. എന്തായാലും അന്നദാനം തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. എന്തുവായാലും ഞാൻ കൊണ്ടുവന്ന തീറ്റയൊന്നും വേസ്റ്റ് ആവുന്നില്ല. എല്ലാം മീൻ കഴിക്കുന്നുണ്ട്. ചെറിയ മീനൊക്കെ ഈ കഴിച്ചിരിക്കുമ്പോൾ സമയത്താണ് വലിയ മീനൊക്കെ ഇത് കണ്ട് ഓടിയെത്തുന്നത്. വലിയ മീൻ വന്നാൽ കൊള്ളാം. വലിയ മീനെന്ന് പറഞ്ഞാൽ കരിമീൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ സ്രാവൊന്നും അല്ലേ. എന്തായാലും എൻ്റെ അന്നദാനം ഫലിച്ചു തുടങ്ങി. കുറേശ്ശെ മീനൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. എന്തായാലും ഇതിനിട്ട് ഇവിടെ തന്നെ ഇട്ട് നോക്കാം. ഇനി മീൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതി. എന്തായാലും നോക്കാം. ഇവിടെ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാഞ്ഞുകൊണ്ട് അവിടെ ദൂരെ വല വെച്ചാണ് നിൽക്കുന്നത്. അടുത്ത് ഞാൻ വല കൊണ്ടുപോയില്ലായിരുന്നു. എന്തായാലും വലയിലിട്ടിട്ട് ഞാൻ അടുത്ത് നോക്കട്ടെ ഇതിലും കിട്ടുന്നോ ഇല്ലയോ എന്ന്. ഇപ്പം മീനെല്ലാം വയറ് നിറഞ്ഞെന്ന് തോന്നുന്നു. ആ ഒരു മീനെ കിട്ടുകയുള്ളൂ. ബാക്കി പൊടിമീനൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ പൊടിമീൻ കൊത്തിക്കൊണ്ടിരുന്ന പൊടിമീൻ പോലും ഇല്ല ഇവിടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടെ തന്നെ കുറച്ചേരം ഇട്ട് നോക്കാം. ഒരു മീൻ കിട്ടിയതല്ലേ, ഇനി കിട്ടിയാലോ. എന്തായാലും അടുത്ത ഒരെണ്ണം കൂടെ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇല്ലാഞ്ഞുണ്ടോ, അതുകൊണ്ട് വലയൊന്നും എടുത്ത് അടുത്ത് വെച്ചില്ലായിരുന്നു. വീണ്ടും മറന്നുപോയത്. എന്തായാലും ഇവിടെ തന്നെ കറങ്ങി നിൽക്കട്ടെ. ആ ദൂരെ നിന്ന് വലക്കാർ വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. അവരിവിടെ ആണെന്ന് തോന്നുന്നു വല ഇടുന്നത്. അവർ ചുറ്റിക്കറങ്ങി എൻ്റെ അടുത്തോട്ട് തന്നെ വരുന്നുണ്ട്. എപ്പോഴാളും ഉള്ളയാ. ഞാൻ ചൂണ്ടിടാൻ കഴിയുമ്പോൾ മീൻ കിട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് വലക്കാർ കറക്കി അങ്ങ് വലയിടാൻ തുടങ്ങും. പിന്നെ എനിക്ക് മീനൊന്നും കിട്ടത്തില്ല. ഞാൻ പിന്നെ കറങ്ങി നടക്കണം. കറങ്ങി നടന്ന് എന്തായാലും അടുത്ത സൈറ്റിലോട്ട് പോകുക ഞാൻ. എന്തായാലും കാട്ടിൻ്റെ ഇടയ്ക്ക് കയറി നിട്ട് നോക്കുക ഞാൻ. വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ മൊത്തം മരങ്ങളൊക്കെ വളർന്ന് കായലിലോട്ട് ചാഞ്ഞ് കിടക്കുമായിരുന്നു. ആ സമയത്തെല്ലാം ഈ തണൽ പറ്റി മീനെല്ലാം കൂടുമായിരുന്നു. കരിമീനെല്ലാം കൂടുമായിരുന്നു. അന്നേരം എനിക്ക് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കരിമീൻ കിട്ടിയിട്ടുള്ളതായിരുന്നു. അന്നൊക്കെ എനിക്കൊരു ചാനൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഒരുപാട് കണമ്പൊക്കെ കിട്ടുന്നൊരു സൈറ്റാണിത്. ഇപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഒരു കണമ്പിനെ പോലും എനിക്ക് കിട്ടാറില്ല ഇവിടെ നിന്ന്. മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി വെട്ടിത്തെളിച്ച് ഇപ്പോൾ ഇവിടെ നല്ല തെളിവായി. വീണ്ടും മരങ്ങളൊക്കെ പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് വളർന്ന് വന്നിട്ട് വേണം അടുത്ത സൈറ്റ് മീൻ വരാനായിട്ട്. കരിമീനൊക്കെ കൂടുതലും തണൽ പറ്റിയാണ് നിൽക്കുന്നത്. തണൽ പറ്റി പാറയെടുക്ക് ഇതിൻ്റെ അടുത്തൊക്കെയാണ് നിൽക്കുന്നത് കരിമീനൊക്കെ. ഇവിടെ എന്തായാലും മീൻ കിടപ്പുണ്ട്. പക്ഷേ തീറ്റ എടുക്കുന്നില്ല. മീൻ എനിക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്യാമറയും കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വെച്ചാൽ തെളിവായിട്ട് കാണാൻ പറ്റത്തില്ല. എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു 3-4 മീനെ കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിന് അനക്കം തട്ടുമ്പോഴൊക്കെ കരിമീൻ മിക്കവാറും ഓടിക്കൂടാറുണ്ട്. ഞങ്ങളിങ്ങനെ ചൂണ്ടയിടുന്ന സമയത്ത് നമ്മൾ കമ്പ എന്തായാലും വെള്ളത്തിലിട്ടൊരു അനക്കും. അന്നേരം കരിമീനൊക്കെ വരും. അന്നേരം ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു വെയിറ്റുള്ളൊരു കല്ലെടുത്ത് വെള്ളത്തിലോട്ടൊക്കെ ഇടും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്കൊന്ന് കിട്ടാതിൻ്റെ അടുത്ത സൈറ്റിലോട്ട് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ ദിവസം വലക്കാർ വന്നുകൊണ്ട് ഞാൻ ഓടി നടന്ന് ചൂണ്ടയിടുക. വല എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഓടി നടന്ന് ചൂണ്ടയിട്ടാലും നമുക്ക് നടക്കത്തില്ല. ഇപ്പം പല സൈറ്റുകളിൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിൻ്റെ പേര് അഴുകയുടെ കുഞ്ഞായത്. ഇതിനെ നമ്മൾ റിലീസ് ചെയ്ത് വിടുക. ഇത് നമുക്ക് കിട്ടിയ പറയാനില്ല. അത് വളരിട്ട് കായലിൽ കിടന്ന് വളർന്നിട്ട് വേണം നമുക്ക് ഇനി ആർക്കെങ്കിലും പിടിക്കാം. എനിക്കെന്നെ കിട്ടുമെന്ന് ഉറപ്പില്ല. അടുത്ത സൈറ്റിലോട്ടുള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഓടി എവിടം വരെ ഓടും നോക്കട്ടെ. എല്ലാവരും പറയുന്നത് മീൻ കിട്ടുന്നത്. നമ്മൾ ബുദ്ധിമുട്ട് ആരും അറിയുന്നില്ലല്ലോ. മരത്തിൻ്റെ മേളിലൊക്കെ കയറി നിന്നാൽ ചൂണ്ടയിടുന്നത്. കമ്പെങ്ങാനും ഒടിഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കേ. വെള്ളത്തിൽ തന്നെ വീഴത്തില്ലേ. പിന്നെ വലിയ ആഴങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓരോ സൈറ്റിൽ നിന്ന് ഇങ്ങനെ 1-2 മീൻ കിട്ടി ഞാൻ പോവുക. മരത്തിൻ്റെ മേളിലാണ്ട് വല കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പിടിച്ച് ഇളക്കി കരയിലോട്ട് എറിഞ്ഞാണ് ഇടുന്നത്. ഇട്ടിട്ട് കരയെ വന്ന് അതിനെ പിടിച്ചങ്ങിടും. വലയ്ക്കകത്തോട്ട് ഇടും.
അവിടെ ഇനി തീറ്റ ഇട്ട് നോക്കുക മീൻ അടുക്കുന്നുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊത്തുന്ന കാണാം. ഇവിടെ ഇല്ലാത്തപ്പോൾ അടുത്ത സൈറ്റിലെത്തി. എല്ലാ സൈറ്റും ഇങ്ങനെ മാറിയും തിരിഞ്ഞും പോകണ്ടേ. ഇവിടെ വല എങ്ങനെ ഇട്ടേക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട്. ഈ സൈറ്റിൽ നിന്ന് എന്തായാലും അത്യാവശ്യം 2-3 മീൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോക്കകത്തും ഞാൻ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. എന്നാൽ ഓക്കെ, ബൈ, സി യു. ഞാൻ പോവുകയാണ്. എനിക്ക് ഇന്ന് കിട്ടിയ മീൻ ഞാൻ കാണിക്കുക.